Hey everyone, so ഞാനും എൻ്റെ പേരൻസും കൂടെ ഒരു വീക്കെൻഡ് ഗെറ്റവേ പോലെ ട്രാവൻകൂർ ഹെറിറ്റേജ് എന്നുള്ള റിസോർട്ടിലേക്ക് ഒരു വിസിറ്റ് നടത്തി ഇൻ ഡിസംബർ. ചൊവ്വര ആ ഏരിയയിലായിട്ടാണ്. മാപ്പ് നോക്കുമ്പോൾ കോവളം എന്ന് കാണിക്കും. അപ്പോൾ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. ആക്ച്വലി ചൊവ്വര ബീച്ചിൻ്റെ കരയിലായിട്ടാണ്. ഇതിനടുത്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ആഴിമല ശിവ ടെമ്പിൾ ഓൾസോ. സോ ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് കുറച്ചൊരു ഹാർട്ടി ഒരു 300 മീറ്റർ പോയി കഴിയുമ്പോൾ യു വിൽ റീച്ച് ദ ട്രാവൻകൂർ ഹെറിറ്റേജ്. ബീച്ച് സൈഡിലാണ്, എന്നാൽ ബീച്ചിൽ നിന്ന് അല്പം ദൂരമാണ്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ ബീച്ചിൻ്റെ ഒരു എരമ്പലൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ ബീച്ചിൻ്റേതായിട്ടുള്ള ഭയങ്കരമായ ഹ്യൂമിഡിറ്റിയോ കാറ്റോ ഒന്നും ഫീൽ ചെയ്യില്ല. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഒരു ട്രഡീഷണൽ നമ്മുടെ 4 കെട്ട് പോലത്തെ ഒക്കെ സ്റ്റൈലിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഇത് ആക്ച്വലി അത്ര പുതിയ റിസോർട്ടല്ല, ഇത് കുറച്ച് പഴയ റിസോർട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ജീവിച്ചിട്ടും ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കോമഡി. പക്ഷേ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കുറച്ച് കാലമായിട്ട് പഴക്കമുള്ള ഒരു റിസോർട്ടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാ ലോബി ആണെങ്കിലും റൂംസ്, റെസ്റ്റോറൻറ്റ് എല്ലാ ഭാഗവും വളരെ നീറ്റായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് റിസപ്ഷൻ ഏരിയ. ശരിക്കും ഏതോ തറവാട്ട് വീട്ടിലേക്ക് പോയതുപോലെയാണ് തോന്നിയത്. സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിൽ പോയി നോക്കിയില്ല, അവിടെ എന്താണെന്ന് അറിയില്ല. എല്ലാം ഒരുതരം വുഡൻ സീലിങ്ങും അല്ലെങ്കിൽ അതുപോലത്തെ ഭയങ്കര ട്രഡീഷണൽ ഒരു ഫ്ലോറിംഗ് സ്റ്റൈലൊക്കെയാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ റിസപ്ഷനിലിരുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ ആ ഒരു ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ വളരെ സ്മൂത്തായിരുന്നു. ഒരു സൈഡിലൊരു വഞ്ചിയോ വള്ളമോ എന്താണെന്ന് വെച്ചാൽ ആ സാധനം, അതിൽ കുറേ സ്പൈസസും കോണ്ടിമെൻസും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടായിരുന്നു അബൌട്ട് ദി ആംബിയൻസ്. ഇവിടെ ഇങ്ങനെ ഔട്ട്ഡോർ ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട്. അതല്ലാതെ സ്റ്റേക്കായിട്ട് നമുക്ക് ബിസിനസ് ഹോട്ടൽ പോലത്തെ റൂംസ് ഉണ്ട്, പൂൾ, വില്ലാസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഈ ഹെറിറ്റേജ് ലുക്കിലുള്ള റൂംസ് ഉണ്ട്, സ്യൂട്ട്സ് ഉണ്ട്, കുറച്ചും കൂടെ വലുതായിട്ടുള്ള പ്രീമിയം സ്യൂട്ട്, അങ്ങനത്തെ പല കാറ്റഗറിയിലുള്ള സ്റ്റേയിങ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ഹെറിറ്റേജ് പ്രീമിയം കാറ്റഗറിയാണ് ഈ കോട്ടേജ്. അപ്പം അച്ഛനമ്മ ഓൾറെഡി അകത്ത് കയറി റെഡി ആയിട്ടിരിക്കുകയാണ് ടു ബി ദ ഹോസ്റ്റ്. നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു ഊഞ്ഞാലുണ്ട്, ഗാർഡൻ ചെയർസ് ഉണ്ട്. ഇവിടെ നിന്ന് അമേസിങ് വ്യൂ, നേരെ ബീച്ച് കാണാം. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ബട്ട് റൈറ്റ് നൗ നമുക്ക് ഈ റൂം ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അച്ഛനമ്മയും വളരെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ റൂം ഡേർട്ടി ആക്കുന്നതിന് മുന്നേ, സോ ഇവിടെ ദിസ് ഇസ് ദ റെഗുലർ ബെഡ്, ഒരു ഡബിൾ ബെഡാണ്. പക്ഷേ ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് അത് വീണ്ടും റോഡിലായിപ്പോയി. ഒരു എക്സ്ട്രാ ബെഡുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു വിൻഡോ ഡയറക്റ്റ് ഓപ്പണിംഗ് വ്യൂ ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്, ഹാവ് എ മിറർ, ഒരു ആംബിയൻ ലൈറ്റിംഗ് ആണ് ഈ റൂമിനകത്തുള്ളത്. ആൻഡ് റൂഫിലൊക്കെ കംപ്ലീറ്റ്ലി വുഡൻ, അങ്ങനെ സീലിംഗ് ഫാനുണ്ട്, എയർ കണ്ടീഷനിങ്ങും ഉണ്ട്. ഫർണിച്ചറൊക്കെ എല്ലാം ഒരു ഓൾഡ് സ്റ്റൈൽ, ആ രീതിയിലുള്ള ഫർണിച്ചറാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ആൻറ്റീക്ക് ടച്ചുണ്ട്. ഇവിടെ നമുക്കൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പെട്ടിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം. അമ്മാമ്മയുടെ ചീപ്പ് ഓൾറെഡി അവിടെ വെച്ച് കഴിഞ്ഞു. ഇവിടെ നമുക്ക് റെഗുലർ വെള്ളം, കെറ്റിൽ, ടീ മേക്കിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ വി ഹാവ് a mini fridge. അതിനകത്ത് you can also have snacks, ബട്ട് അത് പെയ്ഡാണ്. ആദ്യകാലം മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സ്വിച്ചാണ്, അതവർ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് എന്തായാലും. ബട്ട് ദിസ് ഇസ് ദ ലോക്ക്, അത് കുഴപ്പമില്ല. ഇവിടെ ഒരു ടേബിൾ ആൻഡ് ചെയർ ഉണ്ട്. ആൻഡ് സാധാരണ ഹോട്ടൽസിൽ കാണുന്ന പോലെയല്ല, മുറിയുടെ പുറത്ത്, അതായത് ബാത്റൂമിൻ്റെ പുറത്ത് തന്നെയാണ് നമുക്കിവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ വീട്ടിലുള്ള യൂസ്ഡ് ആയിട്ടുള്ള രീതിയാണിത്. ഹെയർ ഡ്രയർ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ഹാൻഡ് ടവൽസ് ഉണ്ട്. ഇനി നമുക്ക് ബാത്റൂം നോക്കാം. ബാത്റൂം ചെറിയ ബാത്റൂമാണ്, ആവശ്യത്തിനുള്ള സ്പേസൊക്കെ ഉണ്ട്. 2 ടവൽസ് ഉണ്ട് ആൻഡ് ഒരു സെപ്പറേറ്റ് ഷവർ ഏരിയ ആൻഡ് ഒരു മിറർ. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഫുള്ളി എൻ്റെ ലുക്ക് ഞാനിപ്പോൾ എക്സ്പോസ് ചെയ്യുന്നില്ല. സ്വിച്ചസ് എല്ലാം പഴയ സ്റ്റൈലാണ്. ഓക്കെ, ഇതെന്ത് സ്വിച്ചാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ലൈറ്റാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇൻ എ വേ ഇറ്റ്സ് ഗുഡ്. വാഷ് ബേസിൻ പുറത്താണ്, സോ അത്രയും ക്രാംഡപ്പ് അല്ല. ഒരു ഹെറിറ്റേജിൻ്റെ ടച്ചസ് കൊടുക്കാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇത് റൂമിനകത്ത് നിന്നുള്ളൊരു വിൻഡോ ആണ്, പക്ഷെ ഒരു കിളിവാതിൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പുറത്തോട്ട് ആ ഊഞ്ഞാലിലാണ് നമ്മളിരുന്ന് ആടാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പ്രീമിയം കോട്ടേജ് തന്നെ എടുത്തത്. എനിക്ക് ഈ ഊഞ്ഞാലിരുന്നിങ്ങനെ ആടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവസാനം ശ്രീദേവി മറ്റേ ആടിക്കോളൂ, വിളിക്കണവരെ ആടിക്കോളൂ എന്ന് പറഞ്ഞ പോലെ ഞാനത് ഇന്ന് എണീക്കാൻ വിസമ്മതിച്ചു എന്നാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്. പക്ഷേ അത് ഞാൻ നിഷേധിക്കുന്നു. വൈകിട്ട് ഇങ്ങനെ പതുക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കടലും കണ്ടിരിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമായിരുന്നു.
ഞങ്ങളൊരു 2 മണിക്കൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒട്ടും വെയിലില്ല, എന്നാൽ നല്ല കാറ്റുണ്ട്. അപ്പോൾ അവിടെ ഈ കടലിൻ്റെ കരയിലുള്ളൊരു പള്ളിയിൽ പെരുന്നാൾ എന്തോ ആയിരുന്നു. അപ്പം മണിയടി ശബ്ദവും ഒരു പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കപ്പലുകളുടെ ഹോണടിയും മറ്റുമൊക്കെ കേൾക്കാം. അത് ത്രൂ ഔട്ട് നൈറ്റ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആക്ച്വലി ഇതിപ്പോൾ ഒരു സൺഡേ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയത്, 2 ഡേയ്സിലേക്കാണ്. ഒരിക്കലും ഈ റിസോർട്ട് ഫുള്ളാവില്ല, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് തിങ്. ഒരു നമുക്ക് കോഡ് പ്രോട്ടോക്കോളൊക്കെ ഈസി ആയിട്ട് പാലിക്കാൻ പറ്റും, ഡിസ്റ്റൻസും മറ്റു കാര്യങ്ങളും. ഒരിക്കലും റിസോർട്ട് ഫുള്ളായിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരികയില്ല. ഇവിടെ ചെന്നിട്ട് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ, റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം. നേരെ നോക്കുകയാണെങ്കിൽ വി ഹാവ് ദി റിസപ്ഷൻ. ലെഫ്റ്റിലേക്കാണെങ്കിൽ അത് കാർ പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അതുവഴി കയറി ഞങ്ങൾ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു. വീണ്ടും കാർ പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് ഇത് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് സൈഡിലൂടെ വീണ്ടും വന്നു. ഇപ്പോൾ പൂള് കണ്ടപ്പോൾ അച്ഛന് പെട്ടെന്നൊരു മോഹം. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ പൂളിലൊന്നും ചാടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. അതിൻ്റെ നിരാശയിൽ അച്ഛൻ മുറിയിലേക്ക് വീണ്ടും നടക്കുകയാണ്. നടക്കാൻ ആക്ച്വലി നല്ല രസമാണ്. ഒരു തട്ടായിട്ടാണ്, ശരിക്കും ഒരു ഇറക്കം ഇറങ്ങി പോകുന്ന പോലെയാണ്. നടക്കാൻ അല്പം ഗ്രിപ്പുള്ള രീതിയിലുള്ളൊരു തറ തന്നെയാണ്. പക്ഷെ നമുക്ക് സ്പീഡിൽ ഓടാനോ അതിനൊന്നും പറ്റില്ല, ബട്ട് സ്ലോ ആയിട്ട് നടക്കാം. ഇടയ്ക്കിടയ്ക്ക് കോട്ടേജുകളും മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫ്രണ്ടിൽ നല്ല ഒരു ലോണാണ്, വെരി വെൽ മെയിൻറ്റെയിൻഡ്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഈ ചെയറുകളൊക്കെ ഉണ്ട്. ആ ലോണിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് താഴേക്ക് എത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ബീച്ച് അവിടെയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ആക്ച്വലി ബീച്ച് അത്ര അടുത്തല്ല. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു ദ ലോൺ ഇസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. ഒരു 5 to 7 minutes ഒരു വാക്ക്, ഒരു പ്രൈവറ്റ് പാത്ത് അവർ ഇട്ടിട്ടുണ്ട്. അതുവഴി നടന്നു പോവുകയാണെങ്കിൽ ആക്ച്വലി ബീച്ചിലേക്ക് നമുക്ക് നേരെ ആക്സസ് ഉണ്ട്. കാറൊന്നും പോകാത്ത വഴിയാണ്, ബട്ട് നടന്നു പോയിട്ട് വരാം. പിന്നെ ദി അതർ സൈഡ് ഓഫ് ദി റിസോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഹോട്ടൽ സ്റ്റൈൽ റൂംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഞാൻ അധികം പോയില്ല, കാരണം അപ്പോഴത്തേക്കും മഴ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ ഈവനിങ് ആയി. അങ്ങ് ദൂരെ ഇങ്ങനെ നമുക്ക് കപ്പലിൻ്റെ വെളിച്ചവും പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു സംഗീതമൊക്കെ കൂടെ കേട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു മൂഡാണ്, ജസ്റ്റ് ഫോർ ദി ആംബിയൻസ് ആൻഡ് ദി കാംനെസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റീസൊക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. റിസോർട്ടിൻ്റെ മറ്റേറ്റം കാണാൻ പോയിട്ട് മഴ പെയ്തുകൊണ്ട് പിന്നെ തിരിച്ച് ഓടി വരേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി രാത്രി ഐ പ്രോബ്ലി ഫിലിം സംതിങ്. ട്രാവലിങ്ങിൽ സ്കിൻ കെയർ എന്നൊരു വീഡിയോ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ ഞാൻ കുറേ സ്കിൻ കെയർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഐ പ്രോബ്ലി ഫിലിം എ വീഡിയോ ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇന്ന് റെസ്റ്റാണ്, ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് ഗോണ ബി ലൈക്ക് എ ഗുഡ് നൈറ്റ് ഫോർ റൈറ്റ് നൗ. സീ യു ടുമോറോ മോർണിംഗ്. രാവിലെ കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയപ്പം പതുക്കെ എണീറ്റു. നല്ല ഭംഗിയായിരുന്നു ആ വെയിൽ ഇങ്ങനെ അടിക്കുന്നത് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഞങ്ങളുടെ അപ്പുറത്തെ കോട്ടേജിൽ മാത്രം ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തിരക്കുമില്ല. അപ്പോൾ അതൊക്കെ ചായയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ആ വെയിലും ആ ഒരു കടലും ഒക്കെ കാണാനായിട്ട് ശരിക്കും ഈ ഒരു വ്യൂവിന് വേണ്ടി മാത്രം ഇനി അവിടെ പോയി താമസിക്കണം എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരുന്ന ആ വ്യൂ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. കടൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, എന്നാൽ കടൽ കരയിൽ അതിൻ്റെ കാറ്റടിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് സ്റ്റേക്ക് വേണ്ടിയിട്ട്. കടലിലേക്ക് പോകാനായിട്ട് ഇറങ്ങാനാണെങ്കിലും നമുക്ക് സൗകര്യമാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പതുക്കെ മുറിയൊക്കെ പൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങുകയാണ്. അതാണല്ലോ നമ്മുടെ സ്റ്റേക്കേഷൻ്റെ ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്നലത്തെ വൈകിട്ടത്തെ പോലെയല്ല, നല്ല സ്പീഡിൽ നടന്ന് ഞങ്ങൾ അവിടെ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പം അതൊരു ബിസി ഡേ ആയിരുന്നതുകൊണ്ട് അന്ന് ബുഫേ ആയിരുന്നു. പാസ്ത, ബ്രെഡ്സ്, സോസേജ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഇഡ്ഡലി, ദോശ, ഫ്രൂട്ട്സ്, ബ്രെഡ്, ബട്ടർ, അങ്ങനെ ഒരുവിധം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നു. ടീ, കോഫി, എഗ്സ്, ഏത് രീതിയിൽ വേണമെങ്കിലും, പോച്ച്ഡ് എഗ്സ് ഓർ സ്ക്രാമ്പിൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേയുടെ കൂടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. അച്ഛനും അമ്മയും സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എടുത്തത്. വട ഞാനും കഴിച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇഡ്ലി, ചമ്മന്തി ആൻഡ് ഓൾ വാസ് ലൈക്ക് ഗുഡ്. ഞാൻ പാസ്ത, സോസേജസ്, ബ്രെഡ്, ഡോണട്ട് അതൊക്കെയാണ് ട്രൈ ചെയ്തത്. എനിക്ക് തോന്നി ഇഡ്ലി ചമ്മന്തി വീട്ടിലുണ്ടല്ലോ, നമുക്ക് വീട്ടിൽ പോയിട്ട് വേണമെങ്കിലും കഴിക്കാമല്ലോ. തൽക്കാലം നമുക്ക് അൺഅവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാം. പൂളിൻ്റെ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അതായത് ഒന്നാമത് റിസോർട്ട് ഫുള്ളായിരുന്നില്ല. അപ്പം ഞങ്ങൾ വളരെ സ്പേസ് ഇട്ട് തന്നെയാണ് ഇരുന്നത്. എയർ കണ്ടീഷൻഡ് അല്ല, കാരണം ഓപ്പൺ ആണ്. പക്ഷേ നമുക്കത് ചൂടെടുക്കുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുകയില്ല. വളരെ നല്ല സർവീസ് ആയിരുന്നു. തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് ഞാൻ ഈ ഊഞ്ഞാൽ നോട്ടം വേണ്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. സോ ആ ഊഞ്ഞാലാടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതും നല്ലൊരു ആംബിയൻസ് ആണ്. സംഭവം ഒരു ഫോട്ടോഗ്രാഫിക് സ്പോട്ട് പോലെയാണ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇരുന്ന് ആടാം. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ അഴിമല ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് പോകുന്ന റൂട്ടിൽ സൺതറ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ലഞ്ചിനും വന്നിട്ടുണ്ടായിരുന്നു. സീ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പാർക്കിംഗ് ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അഴിമലയിലേക്ക് തിരിയേണ്ട സ്പോട്ടാവും. സോ ദാറ്റ് വാസ് എ ഗുഡ് ഓപ്ഷൻ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മൊത്തം റിസോർട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ അഴിമല ടെമ്പിളിലേക്ക്. സോ അവിടെ വരണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണ്. ഒരു ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ബീച്ചിൻ്റെ കരയിലെത്തും. അവിടെ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. ഒരു അമ്പലമാണ് ശരിക്കും.
അമ്പലത്തിൻ്റെ ആ കോമ്പൗണ്ടിലാണ് നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ടോളസ്റ്റ് ശിവ സ്റ്റാച്യു ആണെന്നാണ് തോന്നുന്നത്. വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സൂര്യൻ പുറകുവശത്താണ്. ഫ്രണ്ടിൽ നിന്നൊരു ലിറ്റപ്പ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ പകൽ രാവിലെ വരണം. രാവിലെ അവിടെ എണീറ്റ് കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ട് പിന്നെ അത് നടന്നില്ല എന്തായാലും. ബട്ട് ഫോട്ടോസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. വീഡിയോ എടുത്തപ്പോഴത്തേക്കും കുറച്ച് ഡള്ളായതുപോലെ തോന്നി. പക്ഷേ ആ അമ്പലവും ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ഒരു സെറീൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ശരിക്കും വന്നതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നി. അപ്പോൾ തിരിച്ച് വൈകിട്ട് ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് ആ റെസ്റ്റോറൻറ്റിൽ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി പൂളിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി. ഈ ഒരു സമയത്തൊന്നും അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് എ ഗുഡ് പാർട്ട് ഓഫ് യു ആസ്മി. ഒട്ടും തിരക്കില്ലാത്ത രീതിയിൽ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കാണെങ്കിലും കോവിഡിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട അങ്ങനെയായിരുന്നു. സോ എല്ലാം കൊണ്ടും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു ഇത്. നല്ലൊരു ലാർജ് പൂളാണ്. ശരിക്കും ചാൻസ് കിട്ടിയാലോ ഒന്ന് ഇറങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. അത് നടന്നില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. അച്ഛൻ പക്ഷേ ആ സമയത്ത് ഫോണും കൊണ്ട് പോയി പതുക്കെ ആ റെസ്റ്റോറൻ്റൊക്കെ കവർ ചെയ്തു. നല്ലൊരു ഏരിയ. ഇപ്പം നമുക്കൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് ടൂറ് പോവുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് റിയലി നൈസ്. നമുക്ക് സ്പേസ് ഇട്ടിരിക്കാനും പറ്റും. തിരക്കുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി ബുഫേ ആണ്. ബട്ട് അല്ലാത്ത ദിവസങ്ങളിൽ അലാക്കാട്ട് ഓർഡർ ചെയ്യാം. ലൈക്ക് ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾ അലാക്കാട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ബട്ട് എവറിത്തിങ് വാസ് ദെയർ ഓൺ ദി മെനു. സോ ദാറ്റ് വാസ് നോട്ട് ബാഡ്. ഇതൊരു മേ ബി ഒരു വൈകുന്നേരം ഒരു 6:30-7 മണിക്കാണ്. ഫോണും കൊണ്ട് വീടെടുത്ത് ഫോൺ തട്ടിയിടരുന്ന് ഞാൻ അച്ഛനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ക്യാമറാമാനായിട്ട് മാറി അങ്ങനെ ഹരം പിടിച്ചിട്ട് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഗുഡ്, എനിക്ക് കുറച്ച് നല്ല ഫുട്ടേജസ് കിട്ടി ഇന്ന് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഐ തിങ്ക് ഐ മിസ് ദ സ്റ്റേ അ ലോട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അലാക്കാട്ട ആയതുകൊണ്ട് അച്ഛൻ പുട്ടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പുട്ടും കടലയും സോസേജും. എന്ത് കോമ്പിനേഷനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ബ്രെഡ് ബാസ്ക്കറ്റും ഞാൻ പഴയതുപോലെ തന്നെ മുട്ടയാണെന്ന് തോന്നി. ആ മുട്ടയുണ്ടായിരുന്നു. ബൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദോശ, പൂരി, എന്ത് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എസ്പെഷ്യലി ചമ്മന്തിയൊക്കെ നല്ല കട്ടി ചമ്മന്തി. നമുക്ക് വളരെ ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്തു. ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തു. വെരി തിക്ക് ആൻഡ് വെരി ഫ്രഷ്, നല്ല ജ്യൂസുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ദി അതർ സൈഡിലേക്കൊന്ന് പോയി. അവിടെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇവിടെ അനന്ത എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദിക് സ്പാ സെൻറ്റർ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ പോകാത്തതിൽ എനിക്ക് റിഗ്രറ്റ് തോന്നി. കാരണം ഞാൻ ഇറങ്ങാൻ നേരത്താണ് അവരുടെ പ്രൈസിങ് ഒക്കെ കണ്ടത്. ഭയങ്കര നല്ല അഫോർഡബിൾ ആയിരുന്നു. ലൈക്ക് വെരി റീസണബിൾ. അവിടെ പോകേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഞങ്ങൾ 2 നൈറ്റ്സ് ഉണ്ടായിരുന്നു. സോ പോകാൻ സമയമുണ്ടായിരുന്നു. ബട്ട് ഇനി പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സ്പാ സെൻറ്റർ ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പം ഇതിൻ്റെ ഒരു ഏരിയ മൊത്തം ഇങ്ങനത്തെ കോട്ടേജസ് ആണ്. ലൈക്ക് ട്രഡീഷണൽ റൂംസ്, കോട്ടേജസ് എല്ലാം. ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് ഞങ്ങൾ പോയില്ല. ആ സൈഡിലാണ് ഈ ബിസിനസ് ഹോട്ടൽസ് പോലത്തെ റൂംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിലും, സ്വിമ്മിംഗ് പൂളുണ്ട്, പൂൾ അറ്റാച്ച്ഡ് വില്ലാസ് ഉണ്ട്. അപ്പം ഏത് സ്റ്റൈൽ ഓഫ് സ്റ്റേ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാം. ഞങ്ങൾക്ക് പർട്ടിക്കുലർലി ആ ട്രഡീഷണൽ സ്റ്റൈൽ വേണമെന്നുണ്ടായിരുന്നു. ആൻഡ് എവറി ബിറ്റ് ഓഫ് ഇറ്റ് വാസ് ഡൺ ബ്യൂട്ടിഫുള്ളി. അടുത്ത ദിവസം ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ ചെക്കൗട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അത്ര വലിയ താല്പര്യമൊന്നുമില്ല ചെക്കൗട്ട് ചെയ്യാൻ, കാരണം തിരിച്ച് വീട്ടിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ്. സർവീസൊക്കെ വളരെ നല്ലതായിരുന്നു. അവർ തന്നെയാണ് ലൈക്ക് ഇവിടുന്ന് ലഗേജൊക്കെ ക്യാരി ചെയ്ത് ഞങ്ങൾക്ക് റിസപ്ഷനിൽ കൊണ്ട് തന്നത്. കാരണം ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നത് ഇമ്പോസിബിൾ ആണ്. എല്ലാം കൊണ്ടും വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ട്രാവൻകൂർ ഹെറിറ്റേജിലേക്കുള്ളത്. നല്ല കർട്ടിയസ് സ്റ്റാഫായിരുന്നു. എപ്പോഴും എന്തിനും അവർ അവൈലബിൾ ആയിരുന്നു. ഫോൺ വിളിച്ചാൽ മതിയാവും. നല്ല ഫുഡ്, നല്ല ലൊക്കേഷൻ. ശരിക്കും ട്രിവാൻഡ്രത്തിൽ ആ ഒരു ഇൻ ആൻഡ് അറൗണ്ട് താമസിക്കുന്നവർക്ക് ആ സിറ്റി എന്നുള്ളൊരു ബസ്സിൽ നിന്ന് മാറിയിട്ട് ഒരു വീക്കെൻഡ് സ്റ്റേക്കേഷൻ വിത്ത് ഫാമിലി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ട്രാവൻകൂർ ഹെറിറ്റേജ് ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ദാറ്റ് വി ഹാവ്.